ഗൈസ്, അപ്പോൾ ഈയിടെ സംഭവിച്ച വാർത്തകൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് കുറേയധികം OTT പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ ബാൻ ആയിരിക്കുന്നത്. അതായത് മറ്റേ ഉല്ലു സീരീസ്, ഓൾട്ട് ബാലാജി, ഡേസി ഫ്ലിക്സ്, ബിഗ് ഷോട്ട്സ്, മൂഡെക്സ്, നിയോണെക്സ് VIP, മോജ് ഫ്ലിക്സ്, ട്രിഫ്ലിക്സ്, ഹുൽക്കുൽ ആപ്പ്, അതുപോലെ ഹോട്ടെക്സ് VIP, അൺകട്ടാഡ, ബഷറാംസ്, എക്സ്ട്രാ മൂഡ്, ചിക്കു ഫ്ലിക്സ്, ഫ്യൂഗി, ന്യൂ ഫ്ലിക്സ്, പ്രൈം പ്ലേ, ഹണ്ടേഴ്സ്, റാബിറ്റ് മൂവീസ്, വൂവി, എക്സ് പ്രൈം, യസ്മ സീരീസ്, ഡ്രീംസ് ഫിലിംസ്, ഹോട്ട് ഷോട്ട്സ് VIP, അങ്ങനെ കുറേ അധികം. അതായത് മലയാളത്തിൽ ഉൾപ്പെടെ, മലയാളത്തിൽ നിന്ന് മറ്റേ നവരസ ഉണ്ടായിരുന്നു, യസ്മ ഉണ്ടായിരുന്നു, അതുപോലെ ബൂമെക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം OTT പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ബാൻ ആയതായിട്ട് കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം കുറേ അധികം ആളുകൾ, ഏകദേശം ഒരു 10-25 കമൻറ്റോളം വന്നായിരുന്നു ഇങ്ങനൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ ബാൻ ആയാലും അപ്പോൾ ഇനി സീരീസുകളൊക്കെ എങ്ങനെ റിലീസ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി എല്ലാത്തിനും കൺഫേമായ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ബൂമെക്സിൻ്റെ ഭാഗത്ത് നിന്ന് അവസാനമായിട്ട് വന്ന അപ്ഡേറ്റ് ആയിരുന്നു രതിനിർവേദ എന്ന വെബ് സീരീസിൻ്റെ 3rd എപ്പിസോഡ് റിലീസ് ചെയ്യുമെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ OTT പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ബാൻ ആയതും സംഭവങ്ങളൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി സീരീസുകളും കാര്യങ്ങളൊക്കെ റിലീസ് ഉണ്ടാവുമോ എന്നീ കാര്യങ്ങളൊക്കെ പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ താൽക്കാലികമായിട്ട് ബൂമെക്സിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിലെ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ബൂമെക്സിൻ്റെ സീരീസ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ബൂമെക്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ബയോയിൽ മറ്റേ ബൂമെക്സിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം എന്താ പറയുക, അവരുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ അതുവഴി ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേടിച്ച് ഡൗൺലോഡ് ചെയ്ത് ബാക്കി പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഒരുപാട് സൈറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ, വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഗൂഗിളിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി എന്താ പറയുക, പലരും ലോഗിൻ ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവസാനം എന്താ പറയുക പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമിലർ സൈറ്റ്സ്, അതായത് ബൂമെക്സിൻ്റെ സീരീസുകളൊക്കെ അതേപടി അവരുടെ ആപ്പിൽ നിന്ന് എടുത്ത് വേറെ ഒരു സൈറ്റ് ഉണ്ടാക്കിയതിനകത്തൊക്കെ ഇട്ട് ഒരുപാടധികം ആളുകൾ പണം തട്ടുന്നുണ്ട്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചവരുണ്ട്, ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്തായിരുന്നു, പക്ഷേ അതിനുശേഷം എന്താ പറയുക നമുക്ക് സീരീസും കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേക്കാണ്. അതുകൊണ്ടാണ് എന്താ പറയുക ഇങ്ങനെ പണം അടച്ചതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ബൂമെക്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ബൂമെക്സിന് ഇൻസ്റ്റാഗ്രാം പേജുള്ളൂ, അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ബൂമെക്സ് ആപ്പ് എന്നാണ് ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID വരുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ നമ്പർ വഴി അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ആരും പേടിക്കണ്ട. അപ്പോൾ ഈ വെള്ളിയാഴ്ച, അതായത് വരുന്ന വെള്ളിയാഴ്ച തന്നെ എന്താ പറയുക രതിനിർവേദ എന്ന വെബ് സീരീസിൻ്റെ 3rd എപ്പിസോഡ് ബൂമെക്സ് വഴി റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ പുറത്ത് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതൊരു OTT പ്ലാറ്റ്ഫോമിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.